സ്വർണ്ണ കവർച്ചാ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി. ഈ കേസിന്മേൽ മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കടക്കം ഹൈക്കോടതി നോട്ടീസ് നൽകി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിലാണ് നടപടി. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഈ ഒരു കേസ് രാജ്യാന്തര ബന്ധമുള്ള കള്ളക്കടത്ത് ബന്ധമുള്ള ഈ ഒരു കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ, SIT അന്വേഷിച്ചാൽ അത് സുതാര്യമാകില്ല. കാരണം CPM-ന്റെ സമുന്നതരായ നേതാക്കൾ, മുൻ MLA-മാരടക്കം മുൻ മന്ത്രിമാരടക്കം ചൂണ്ടുവിരൽ ചേർക്കപ്പെടുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വേണം, ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് BJP മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിച്ചിരിക്കുകയാണ് കോടതി. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണങ്ങളും ഏത് തരത്തിലായിരുന്നു ഇന്ന്? സുരേഷ്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് എതിർകക്ഷികൾക്ക് ദേവസ്വം ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുള്ളത്. മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ CAG, കേന്ദ്ര സർക്കാർ, അതോടൊപ്പം സംസ്ഥാന സർക്കാർ, ഇവരൊക്കെ തന്നെയാണ് എതിർകക്ഷികൾ. ഇവർക്കൊക്കെ തന്നെയാണ് മറുപടി തേടിക്കൊണ്ടുള്ള നോട്ടീസ് ഹൈക്കോടതി അയച്ചിട്ടുള്ളത്. ക്രിസ്മസ് അവധിക്ക് ശേഷം പ്രസ്തുത ഹർജി ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കും. അതിനു മുൻപ് തന്നെ എതിർകക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിന്മേൽ എന്ത് മറുപടിയാണ് നൽകാൻ ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള രേഖാമൂലമുള്ള സത്യാംഗൂലം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുക തന്നെ വേണം. പ്രധാനമായിട്ടും ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് CBIയുടെ അന്വേഷണം തന്നെയാണ്. പക്ഷേ അതുകൂടാതെ തന്നെ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ അടക്കമുള്ളവ, വരുമാനം, ചെലവ് ഉൾപ്പെടെയുള്ളവ ഓഡിറ്റ് ചെയ്ത് അത് പരസ്യ പ്രസിദ്ധീകരണം നടത്തണമെന്നുള്ളതാണ് മറ്റൊരാവശ്യം. അതുകൂടാതെ തന്നെ ഓഡിറ്റിനപ്പുറത്തേക്ക്, അതായത് നിലവിൽ ശബരിമലയിൽ സ്വർണം കവർന്നെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ നഷ്ടം മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ നിന്ന് ഈടാക്കണമെന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ആവശ്യം. നേരത്തെ VHP അടക്കം CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ്. അതിനിടയിൽ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കൂടി മറ്റൊരു ഹർജി നൽകിയത്. എന്തായാലും ഈ ഹർജികളൊക്കെ തന്നെ ഒരുമിച്ച് തന്നെയായിരിക്കും ഒരുപക്ഷെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുക. മറ്റ് ഹർജികളിൽ നിന്നൊരു വ്യത്യാസമുള്ളത്, ഈ നഷ്ടം അത് മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ നിന്ന് ഈടാക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ്. ഇതിലടക്കം വിശദമായിട്ട് തന്നെ ഒരു വാദം കേൾക്കണമെന്നുള്ളതാണ് ദേവസ്വം ബെഞ്ചിന്റെ നിലപാട്. സുരേഷ്, ഈ ഒരു ഹർജിയിൽ ദേവസ്വം ഭാരവാഹികൾക്കടക്കം നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.